ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സോയാ ചങ്ക്സ് റോസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിൽ പിടിച്ചിട്ടുള്ള ഒരു റോസ്റ്റാണിത്. സോയാ ചങ്ക്സ് റോസ്റ്റ് തയ്യാറാക്കാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് 100 ഗ്രാം സോയാ ചങ്ക്സ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റിന് ശേഷം സോയാ ചങ്ക്സ് വെള്ളത്തിൽ നിന്നും മാറ്റി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പരമാവധി വെള്ളം കളയാൻ ശ്രദ്ധിക്കണം. പിഴിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സോയ ചങ്ക്സ് എല്ലാം വെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാം. ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഒരു ചെറിയ പീസ് കറുവപ്പട്ടയും 2 ഗ്രാമ്പും പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ 2 പച്ചമുളകും കൂടി ചേർത്ത് അര മിനിറ്റ് ഇളക്കിയതിന് ശേഷം അത്യാവശ്യം വലുപ്പമുള്ള 3 സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് സവാള നന്നായി വഴറ്റിയെടുക്കണം. സവാള വഴണ്ടു വന്നാൽ പൊടികൾ ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല. ഇതെല്ലാം ചേർത്ത് പൊടികളെല്ലാം നന്നായി മൂപ്പിച്ചെടുക്കണം. പൊടികൾ ചേർക്കുമ്പോൾ എല്ലാം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. സോയ ചങ്ക്സിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ല. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മസാലയ്ക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ ടേസ്റ്റ്. പൊടികൾ മൂത്ത് വരുമ്പോൾ 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് തക്കാളി വേവിക്കണം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വരണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ വെള്ളം ഒഴിക്കരുത്. മസാലയെല്ലാം സോയ ചങ്ക്സിലേക്ക് കോട്ട് ചെയ്യുന്ന തരത്തിൽ ഗ്രേവി ആക്കിയാൽ മതി. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വളരെ ചെറിയ ടൈപ്പ് സോയ ചങ്ക്സ് ആണ്. വലിയ സോയ ചങ്ക്സ് ആണ് എടുക്കുന്നതെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇടയ്ക്ക് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ കുറവ് തോന്നുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ വേണം, എന്നാലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരു 10-15 മിനിറ്റെങ്കിലും നമുക്കിത് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് സോയയിലേക്ക്. അവസാനമായി 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്യണം. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. സോയ ചങ്ക്സ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തതിന് മുമ്പ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കിയാൽ മതി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ റോസ്റ്റ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്